ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ക്ലോത്തിങ് ബ്രാൻഡ്, എല്ലാവർക്കും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫുഡ് ബിസിനസ്സുകൾ, ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ചോദിച്ച് ചില ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, പ്രൊഫഷണൽസ്, മറ്റുള്ള ഏരിയയിലൊക്കെ നല്ല സ്കില്ലുള്ള ആളുകളൊക്കെ അന്വേഷിക്കാറുണ്ട്. ഞാൻ ആ സമയത്ത് ചിന്തിക്കാറുള്ളത് ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണ് എന്നുള്ളതാണ്. മറ്റു പലർക്കും ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ലാത്ത, സ്കില്ലില്ലാത്ത, ടാലൻ്റ് ഇല്ലാത്ത, എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ഒരു ഫീൽഡ് അവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് അതൊക്കെ അവിടെ വെച്ച് എന്തിനാണ് ഇവർ ട്രെൻഡിങ് ബിസിനസിന്റെ പിന്നാലെ പോകുന്നത് എന്ന് ശരിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടേതല്ലാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. എനിക്ക് ഇത്ര കാലം എക്സ്പീരിയൻസ് ഉള്ള, ടാലൻ്റ് ഉള്ള, സ്കില്ലുള്ള ഈ ഒരു ഫീൽഡിൽ എന്തുകൊണ്ട് എനിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങിക്കൂടാ? അങ്ങനെ ചിന്തിച്ചുകൂടെ? ശരിയായ ഒരു ഐഡിയ പിക്ക് ചെയ്യാതെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നതിന് പിന്നാലെ നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലും ബിസിനസ്സിലും നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ആവാൻ കഴിയില്ല. ഒരു ബിസിനസ് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ബിസിനസ് സക്സസ് ആവുന്നത്, ഒരു സക്സസ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിസിനസ് ഐഡിയ, ഇതൊക്കെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റിയും ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് തുടങ്ങിക്കഴിഞ്ഞ ബിസിനസ്സുകൾ ഒരു മാസം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു വർഷം ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയാതെ പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരുന്നത്. ഒരു ബിസിനസ്സിന് ഐഡിയ കണ്ടെത്തുന്ന പ്രോപ്പറായ രീതി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഒരു വെബിനാർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് വെബിനാർ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. DM-ൽ അതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വരും.